സ്ട്രോംബർഗിലെ മൂന്നാമത്തെ ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുർഗ് ഗോളൻഫെൽസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു മലമുകളിലെ കാസിലിൻ്റെ പേര്. അവിടെ അങ്ങ് കാണുന്ന കാസിലാണ് നമ്മൾ സ്ട്രോംബർഗ് കാസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാസിലും അതുപോലെയുള്ള താഴ്വാരത്തേക്കുള്ള നല്ല വ്യൂവും ഒക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലാണ് ഈ വരുന്ന ഈ ഒരു കാസിലിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അങ്ങനെ ഞാനും ലോയിഡും കൂടെ ഈ ഒരു മലകയറ്റം ആരംഭിച്ചു. വളരെ ചെറിയൊരു മലയാണ്, എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം കയറി ചെല്ലാനുള്ളൊരു വേ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഹുൻസ്ഫെൽസ് ടൗഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൗഷൻ ഏരിയ, അതായത് അവിടെ പോയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ ടൗഷൻ ആക്ടിവിറ്റിയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കാസിലിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാർകോഫൻ ഹിൽ എന്നാണ് ഈ ഒരു കാസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മലമുകളിനെ അറിയപ്പെടുന്നത്. Let's make the most of our time. Let's make the most of our time. What a beautiful. ഗോളൻഫെൽസ് എന്ന് പറയുന്ന ഈ കാസിലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതായത് 1156 മുതൽ ആണ് ഈ ഒരു ഗോളൻഫെൽസ് കാസിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ നിലവിൽ ഗോൾഡൻ റോക്ക് എന്നും അതുപോലെ തന്നെ ഗോൾഡൻ ലോഹ് എന്നും ഈ ഒരു ലാൻഡ്മാർക്കിനെ അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ 1614 ഇവിടെ ഉണ്ടായ ഒരു സ്പാനിഷ് ട്രൂപ്പിൻ്റെ ഒരു ഏറ്റുമുട്ടലിൽ ഈ ഒരു കാസിൽ, ഈ ഒരു ബിൽഡിങ് ഒരു ഭാഗം പൂർണ്ണമായിട്ട് നശിക്കുകയും അതിനുശേഷം പിന്നീട് 1619 ഈ ഒരു ബിൽഡിങ് റീബിൽഡ് ചെയ്യുന്നത്. 1848 ഈ ഒരു ബിൽഡിങ്ങിലേക്ക് സോൾജിയേഴ്സുമായിട്ട് വന്ന് സോൾജിയേഴ്സിനായിട്ടുള്ള, അതായത് ഇവിടെ ഒരു പട്ടാള ക്യാമ്പായിരുന്നു എന്ന് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിലിരുന്ന് ഒരുപാട് നല്ല വ്യൂവും അതുപോലെ നല്ലൊരു ഫ്രഷ് എയറും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഇവിടേക്ക് നമുക്കൊരു ഹൈക്കിംഗ് ട്രിപ്പായിട്ട് വരാം. അതായത് നമുക്ക് നടന്ന് കയറാം, മല കയറാനുള്ള ഒരു ഹൈക്കിംഗ് ഏരിയ ആണിത്. ഈ ഒരു ഡോറോബാഹ് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ സ്ട്രോംബർഗിൻ്റെ ഒരു ഏരിയകളും ഒക്കെ കാണാനായിട്ട് ഇവിടെ നിന്ന് സാധിക്കും. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് നല്ല ഡിഷസൊക്കെ ഉണ്ടാക്കി. ഈ ഒരു ചെസ്റ്റ്നട്ട് നമ്മൾ സ്ട്രോംബർഗ് കാസിൽ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആ ഒരു ചെസ്റ്റ്നട്ട് ഞങ്ങൾ ഇതിൽ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്നു. പക്ഷെ അത് പണി പാളിപ്പോയി എന്ന് പറഞ്ഞാൽ മതി, അത് നല്ലൊരു പണി കിട്ടി. അതിന് അത്രയ്ക്കധികം ചൂടിൻ്റെ ആവശ്യമില്ല ആ ഒരു ചെസ്റ്റ്നട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട്. നമ്മൾ ചിക്കൻ്റെ ഒരു ചൂടിലാണ് ആ ഗ്രില്ലിങ് വെച്ചിരുന്നത്. അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അവിടെ പൊട്ടാറ്റോവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നല്ല പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് ചിഞ്ചുവിൻ്റെ ഒരു സ്പെഷ്യലായിരുന്നു പഴംപൊരി. അങ്ങനെ അതിന് ശേഷം ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തും അതുപോലെ പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഡിന്നർ വിശാലമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. ഈ ഒരു ലെമൺ സോഡ പൊട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അതായത് ഈ കുപ്പികൾ നമ്മൾ ഫാൻറ്റിന് വേണ്ടി കളയുമ്പോൾ അതിൻ്റെ കാർക്ക് വീണ് പോവാതിരിക്കാനും അത് പ്രോപ്പറായിട്ട് റീസൈക്ലിങ് ചെയ്യാനുമായിട്ട് അവിടെ ആ കുപ്പിയിൽ തന്നെ ഒരു ജോയിൻറ്റ് പോലെ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമായ ഒരു രീതി നമ്മൾ കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ അത്രയും നമുക്ക് പ്ലാസ്റ്റിക് ഇവിടെ റീയൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഗ്രില്ലിംഗ് സ്പെഷ്യലിസ്റ്റായ ചാർക്കോൾ സ്പെഷ്യലിസ്റ്റായ നമ്മുടെ ലോയിഡിൻ്റെ കരവിരുതിൽ ഈ ഒരു ഗ്രില്ലിങ്ങും അതുപോലെ തന്നെ ഫുഡൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോവാം. റെവേ സൂപ്പർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെ വലിയ ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള ട്രോളി ഉള്ളതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും കൊണ്ട് നടക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ട്രോളികളുണ്ട്. അത് അവരുടെ ട്രിക്കാണ്. അതായത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന
കാര്യങ്ങൾ അവർ തന്നെ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ആക്കും. പക്ഷേ എന്നിരുന്നാലും കുട്ടികൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതുപോലെ കിൻഡർ ജോയും അതുപോലെയുള്ള ക്രീം ബിസ്ക്കറ്റുകളും ഒക്കെ ആയിരിക്കാം. അല്ലാതെ നമ്മൾ പറയുന്ന അത്രയും നല്ല സാധനങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അവർ എടുക്കില്ല. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ എവലിന് ചിങ്കാരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവൾക്ക് എടുക്കാനായിട്ട് അവളൊരു ട്രോളി എപ്പോഴും കരുതും. അങ്ങനെ ഒരു ട്രോളി അവളും കരുതി. അപ്പോൾ ആ ഒരു ട്രോളിയും കൊണ്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഏരിയ. അതിനുശേഷം ഫ്രോസൺ ഫുഡ്സിൻ്റെ ഏരിയയിലേക്കാണ് എത്തുന്നത്. അങ്ങനെ പിന്നീട് ഞങ്ങൾ എത്തിയത് ഈ ഒരു വൈൻ സെക്ഷനിലേക്കാണ്. വൈൻ ലിക്കർ സെക്ഷനിൽ ഒരുപാട് വൈനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് അറിയാം, ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഉപഹാരം നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വിശേഷ അവസരങ്ങളിൽ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലേക്കും ഒരു നല്ലൊരു വൈനോ അതുപോലെ ഉള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മദ്യം നമ്മൾ ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മദ്യം വാങ്ങാനല്ല വന്നത്. എന്നിരുന്നാലും നമ്മൾ 2 വൈൻ കുപ്പികൾ വാങ്ങിയിരുന്നു. അപ്പോൾ ആ വൈൻ കുപ്പികളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് എവിടെ തിരിഞ്ഞാലും വൈനുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. കാരണം നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഒരുപാട് വൈൻ ഡിസ്റ്റിലറീസ് ഉണ്ട്. അതായത് വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിനെ റൈൻ നാഹെ എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വൈൻ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് ഈ എർബൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ബ്രാൻഡ് നെയിമിൽ വരുന്ന ഈ ഒരു വൈൻ. ഇവിടെ സ്പാർക്ലിംഗ് ഡ്രിങ്കും അതുപോലെ തന്നെ വൈനും അതുപോലെ സെക്റ്റ് അതുപോലെയുള്ള വിവിധ തരം ഡ്രിങ്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞാൽ വെള്ളത്തിനേക്കാളും വില കുറവാണ് വൈൻ എന്ന് നമ്മൾ പൊതുവെ കളിയാക്കി പറയാറുണ്ട്. അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 1 ലിറ്റർ വൈനിന് വരുന്നത് ചുരുങ്ങിയത് ഒരു 2 രൂപ തൊട്ടല്ല, 2 യൂറോ തൊട്ട് നമുക്ക് വൈനുകൾ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ബോക്സുകളിൽ ഇതുപോലെയുള്ള പേപ്പർ കാർട്ടനുകളിലാണ് നമ്മൾ വൈൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ കാർട്ടനൊക്കെ വാങ്ങിയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങളിൽ ആഘോഷങ്ങളിലേക്ക് ബർത്ത്ഡേകളിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ വൈനുകൾ ഗിഫ്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ വൈൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് എല്ലാ വൈനുകളും വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ട്രൊക്കൻ എന്ന് പറയുന്നത് അതൊരു ബിറ്റർനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അത് കയ്പ്പാണ് ആ വൈൻ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ട്രൊക്കണാണ്. അതുപോലെ തന്നെ നമുക്കത് ഫുഡിന് വേണ്ടിയും ആ ഒരു വൈൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ട്രൊക്കൻ, ഇതും ട്രൊക്കൻ, ഇത് ഹാൽബ് ട്രൊക്കൻ. ഇതായത് നമുക്ക് ഒരു മീഡിയം ബിറ്റർനെസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹാഫ് ബിറ്റർനെസ് എന്നാണ് നമുക്ക് ശരിക്കുള്ള ഒരു ട്രാൻസ്ലേഷനിൽ വരിക. അതുപോലെ തന്നെ സ്വിസ് ആയിട്ടുള്ള വൈനും ഉണ്ട്. അതായത് സ്വീറ്റ് ആയിട്ടുള്ള വൈനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ലീബ്ലിഷ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള, കണ്ടല്ലേ, ഹാർമോണിഷ് ആൻഡ് മൈൽഡ്, അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു ലുക്കാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ കണ്ടില്ലേ 2.99 ഫിൽസ്, അതായത് ഫിൽസ് അല്ല, സോറി, സെൻറ്റാണ്. അത്രയും രൂപയുള്ള ചീപ്പായിട്ട് നമുക്കിവിടെ വൈനുകൾ കിട്ടും. അപ്പോൾ വിവിധ തരം ബ്രാൻഡുകളുടെ വൈൻ, അതായത് നമുക്ക് ഫ്രാൻസും അതുപോലെ ഓസ്ട്രിയ അതുപോലെയുള്ള അടുത്തുള്ള റീജിയൻ കൺട്രീസിൽ നിന്നെല്ലാം നമുക്കിവിടെ വൈനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഒരു വൈൻ ഞങ്ങൾ വാങ്ങിയിരുന്നു. പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഈ ബാസ്ക്കറ്റ് അവിടെ കൊണ്ടുവച്ചു. അതിൽ നിന്ന് ഞങ്ങളുടെ ആ ഒരു കോയിൻ, ആ ഒരു 1 യൂറോ കോയിൻ ഞങ്ങൾ തിരിച്ചെടുത്തു. അപ്പോൾ ബാസ്ക്കറ്റ് അവിടെ കൊണ്ടുവച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു കോയിൻ നമുക്ക് തിരിച്ചു കിട്ടൂ. അത് നല്ലൊരു വേ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ബാസ്ക്കറ്റുകളെല്ലാം മിസ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് തുടർന്നു. പിന്നീട് ഞങ്ങൾ പോയത് ലിഡിലേക്കാണ്. ഈ കാണുന്ന ഷോപ്പിൽ നമുക്ക് ഒരു സംഭവം ഞാൻ കണ്ടു. അതായത് ബയോ കോക്കോനസ്, അതായത് കൊക്കൂസ് ഓയിലാണ്. ഈ കോക്കനട്ട് ഓയിലാണ് ഈ കാണുന്നത്. അത് ബയോ കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ശ്രീലങ്കയിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇവിടെ വന്നാലും അതെ, ഈ ഒരു ട്രോളിയിൽ ഈ മേലെ കയറിയിരുന്ന്
അവൾക്ക് ട്രോളിയിൽ യാത്ര ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ ബിരിയാണി റൈസും ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് ചെയ്യാനായിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും ഈ ക്രീം ബിസ്ക്കറ്റൊന്നും അത്ര നല്ലതല്ല എന്ന്. അപ്പോൾ എന്നിരുന്നാലും കണ്ടില്ലേ, ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് അവർ എനർജി അതുപോലെ തന്നെയുള്ള കാർബോഹൈഡ്രേറ്റ്സും അതുപോലെയുള്ള കാര്യങ്ങളും അവർ സ്പെഷ്യലായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇതിൻ്റെ രീതികൾ വളരെ വ്യത്യാസമാണ് ഇവിടെ. അതായത് നമുക്ക് A to E കാറ്റഗറി വരെ, ABCDE കാറ്റഗറി വരെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഫുഡ് ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഈ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വിശന്നപ്പോൾ അവൾ മേടിച്ച ഒരു സലാമിയുടെ ഒരു റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് വേസ്റ്റുകൾ, അതായത് മ്യുള്ള് ബോക്സുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വേണം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ മ്യുള്ളോ ഉണ്ടെങ്കിൽ ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ കാണുന്ന രീതിയിൽ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നമുക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ്സുകളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മുടെ ബസ് വരാറായോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേറ്റ് ഉണ്ടോ എന്നാണ്. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമ്പോൾ കിട്ടിയ യാത്രയുടെ അനുഭവങ്ങളും ഡബിൾ ഡെക്കർ ട്രെയിനിലെ അനുഭവങ്ങളും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ വിവിധ ഫുഡുകളും നമുക്ക് പരിചയപ്പെടാം അടുത്തൊരു വീഡിയോയിലൂടെ. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.